എക്സാം കഴിഞ്ഞു. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഷാദിയാത്ത് ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച മൈൻഡ് മാപ്സ് ആണ്. ഇത് കാണാം, റിസർച്ച് മെത്തേഡ്സിൻ്റെ ഉണ്ട്, പിന്നെ ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയറിൻ്റെ ഉണ്ട്, ലേണിംഗ് ഉണ്ട്. ഇതൊക്കെ CUET PGക്ക് പഠിക്കാൻ ഉണ്ടാക്കിയതാണ്. നെറ്റ് എക്സാമിന് യൂസ് ചെയ്യുന്നുണ്ട്. മെമ്മറി ഫുൾ കോൺസെപ്റ്റ് ഒരു പേപ്പറിനുള്ളിൽ അടക്കുക, അതാണ് ഈ ഒരു മൈൻഡ് മാപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലായത്. പിന്നെ ഇമോഷൻ്റെ ഉണ്ട്, പിന്നെ ഇൻ്റലിജൻസ്. ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കോൺസെപ്റ്റ് ഉണ്ടാക്കാം, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാനൊക്കെ സുഖമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു മൈൻഡ് മാപ്പ് നമ്മൾ വരക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഈ ഒരു കോൺസെപ്റ്റ് ഡെപ്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ മൈൻഡ് മാപ്പ് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ വരക്കാം. ഓക്കെ, സോ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ മൈൻഡ് മാപ്പ് നമുക്ക് വരക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഇന്നതാണല്ലോ സംഭവം എന്നുള്ള സാധനം. സോ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുക, മൈൻഡ് മാപ്പ് വരക്കുക, നല്ല യൂസ്ഫുൾ ആ സാധനം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് തഷിക്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു നെറ്റ് എക്സാം വ്ളോഗാണ്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നെമ്മാറ നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് എൻ്റെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ 11:15 1 മണിക്ക് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം. 3 to 6 മണി വരെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പയാണ് എന്നെ കൊണ്ടാക്കുന്നത്. വാപ്പക്ക് എങ്ങോട്ടോ പുതുനഗരോ അങ്ങനെ എന്തോ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ബസ്സിൽ പോകുന്നതാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ശരി, എന്തായാലും വാപ്പ കൊണ്ടാക്കാൻ പറഞ്ഞ് നമ്മൾ കാറിൽ പോയി. ഇത് ഞാൻ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് റഷൊക്കെ മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ അഡ്മിറ്റ് കാർഡ് കിട്ടി. പേപ്പർ വണ്ടി ഇരുന്ന് ഞാൻ പഠിക്കുകയാണ് കാറിലിരുന്നിട്ട്. ഇതിപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആണ്. എനിക്ക് അറിയുന്ന ഭാഷയിൽ ഞാൻ ക്രിസ്പായിട്ട് എഴുതി വെച്ച നോട്ട്സാണ്. ഇത് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനിൽ പെർസെൻറ്റേജ്, ആവറേജ്, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, അങ്ങനത്തെ കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിച്ച് വെച്ച്. പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതൊക്കെ പേപ്പർ വണ്ണിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. പിന്നെ അങ്ങനെ പഠിച്ച് മതിയായി. അപ്പോൾ ഞാൻ കുറച്ച് പ്രകൃതി ആസ്വദിക്കാമെന്ന് കരുതി. സംഭവം വേനൽക്കാലത്ത് പാലക്കാട് ഭയങ്കര വരണ്ടിരിക്കുകയാണെങ്കിൽ പോലും മഴക്കാലത്ത് പാലക്കാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് കാണാം, പാടമൊക്കെ കാണാം, നല്ല ഒരു റിലാക്സേഷൻ ആയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ലോജിക്കൽ റീസണിങ്, ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. ഷോർട്ടായിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ നോട്ട്സ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ക്ലാസ്സസ് കേൾക്കുമ്പോൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചാൽ ഇതാണ് ഉപകാരം. നമുക്കിങ്ങനെ ഗോ ത്രൂ ചെയ്യാൻ ലാസ്റ്റ് മിനിറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ആ വലിയ ബുക്കൊന്നും നമ്മൾ പിന്നെയും നോക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ബുക്കൊക്കെ അടച്ചു വെച്ച് കുറച്ച് പ്രകൃതി ആസ്വദിക്കാമെന്ന് കരുതി. നല്ല രസമല്ലേ ഈ പാലം. ഇതാണ് യാക്കര ബ്രിഡ്ജ്. ഇതേ കൂടെ നേരെ പോയാൽ നമ്മൾ ലുലു മാൾ എത്താം, പാലക്കാട് ലുലു മാൾ. പിന്നെ ഇതാ പാലാന ഹോസ്പിറ്റൽ, പാലക്കാട് പാലാന ഹോസ്പിറ്റൽ കാണാത്തവരൊക്കെ കണ്ടോളൂ, എൻ്റെ വ്ളോഗിലൂടെയെങ്കിലും നിങ്ങൾ കാണാം. പിന്നെ വാപ്പ പറഞ്ഞു എനിക്ക് കുറച്ച് കുർത്താസ് എടുത്തു തരാമെന്ന്. ഇതിപ്പോൾ കൊടുവായൂരാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ക്ലിനിക്കൽ സൈക്കോളജി ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കുർത്താസ് അലൗഡ് ഉള്ളൂ, ഷോർട്ട് ടോപ്പ് കാര്യങ്ങളൊന്നും പറ്റില്ല. നല്ല നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഹോസ്പിറ്റൽസിലൊക്കെ ഡോക്ടർമാരാണെങ്കിലും അവിടെ സൈക്കോളജിസ്റ്റൊക്കെ ആണെങ്കിൽ ലോങ് കുർത്താസാണ് പൊതുവെ ഇടുക. അപ്പോൾ എനിക്ക് കുറച്ചധികം കുർത്താസ് വാപ്പ എടുത്തെന്നാണ്. അപ്പോൾ എനിക്കും പിന്നെ എൻ്റെ ബാബിയുണ്ട്, അവർക്കും എല്ലാവരും കൂടി ചേർത്ത് ഇങ്ങനെ കുറച്ച് കുർത്താസ് എടുത്തു. ഇനിയിപ്പോൾ ഫുൾ കുർത്താസിൻ്റെ കളിയായിരിക്കും. വാപ്പാക്ക് കൊടുവായൂരൊക്കെ കുറേ കടകളൊക്കെ അറിയാം. അപ്പോൾ വാപ്പ അങ്ങനെ ഒരു ഹോൾസെയിൽ റേറ്റിൽ അല്ലെങ്കിൽ വാപ്പാൻ്റെ ഒരു സംസാരിച്ച് അങ്ങനെ കുറച്ചധികം കുർത്താസ് നമ്മൾ എടുത്തതാണ്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്നൊക്കെ പറയില്ലേ, അത് ഇതാണ്. നെറ്റ് എക്സാമിൻ്റെ ഇടയിൽ ഒരു പർച്ചേസിങ്. കൊടുവായൂർ ടച്ച് ചെയ്തിട്ട് നമ്മൾ നെമ്മാറ പോയിട്ടുള്ളത്. കുറച്ച് ചുറ്റിയുള്ള വഴിയാണ്, പക്ഷേ കുർത്ത എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ വഴി പോയതാണ്. അങ്ങനെ കുർത്ത കിട്ടിയ ഹാപ്പിയിലാണ് ഞാൻ. പിന്നെ എക്സാം എഴുതേണ്ട കാര്യമൊക്കെ ഞാൻ വിട്ടുപോയി. ഫുൾ കുർത്ത സെലക്ട് ചെയ്യുക, അതിന് വേണ്ടി ഞാൻ നിന്ന്. പിന്നെ പാക്ക് ചെയ്തു, ഒക്കെ റെഡിയായി നമ്മൾ പോയി. പിന്നെയും അങ്ങനെ കൊടുവായൂർ നമ്മൾ നെമ്മാറ പോവാണ്. ആ ഒരു പോകുന്ന വഴി വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ഏതോ ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല രീതിക്ക് ആസ്വദിച്ചിട്ടാണ് ഈ ഒരു വേ പോയത്. ഈ ഒരു ടൈമിലൊന്നും ഞാൻ ബുക്കൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഞാൻ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പോയി. മലയുണ്ട്, മരം, പിന്നെ ആരുമില്ല, ഒരു ഭയങ്കര ഒരു നിശബ്ദമായ റോഡ്, കുറച്ച് വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്രിപ്പ് മൂഡ് ഇല്ല, ഒരു എക്സാം മൂഡാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആയിരുന്നു. ഇപ്പം ഞാനിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രോപ്പർ പാലക്കാടാണ്, ടൗണ്. എൻ്റെ ഭാഗം ഒരു നേച്ചർ ആ ഒരു ഇതാണെങ്കിൽ പോലും ഇത്രയ്ക്കൊരു പാടം, ഇങ്ങനെ ഒരു കാട് പോലൊരു സ്ഥലം, ഇതൊന്നും നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് നെമ്മാറ, കൊല്ലങ്കോട്, ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് കാണാൻ പറ്റുക. ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ പോയി അവസാനം എത്താനായി. ഈ കുറച്ചും കൂടിയേ ഉള്ളൂ സ്കൂളിൽ നിന്ന് പറഞ്ഞ്. ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ ഞാനൊരു സർബത്ത് കുടിച്ചിട്ട് എക്സാം ഹാളിൽ കയറാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും കാറിലിരുന്ന് വെറുതെ ഇരുന്നിട്ടാണെങ്കിൽ ടയേർഡായി. അപ്പോൾ ശരി, സർബത്ത് കുടിച്ച് ഉഷാറായിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അടിപൊളി സർബത്തൊക്കെ കുടിച്ച് ഞാൻ ഉഷാറായിട്ട് എക്സാം എഴുതാൻ പോവാണ്. നമ്മുടെ സെൻറ്റർ ഏകദേശം എത്തി. മോർണിംഗ് ഷിഫ്റ്റിലുള്ള ആൾക്കാർ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇനി സെക്കൻഡ് ഷിഫ്റ്റ്, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള ആൾക്കാരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ഈ കോളേജ് ഭയങ്കര ഉള്ളിക്കാണ് കേട്ടോ. ബസ്സിലൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ വാപ്പ ഉണ്ടാക്കണതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല.
ബസ്സിൽ വരാൻ നിന്നതാണ്, പക്ഷേ ശരി വാപ്പ കൊണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഓക്കെ ആയി. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്ര ഉള്ളിക്കൊക്കെ എക്സാം സെൻറ്റർ വെക്കുകയാണെങ്കിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് എക്സാം സെൻറ്റർ എത്തുന്നത് വരയ്ക്കും കുഴഞ്ഞു പോകും. പിന്നെ എക്സാം എഴുതാനുള്ള എനർജി ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ എനിക്ക് തലവേദനയും ട്രാവലിങ്ങിൻ്റെ ഇടങ്ങേറൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ പിന്നെ ബസ്സിൽ വരുന്ന 2-3 ബസ്സൊക്കെ മാറി കയറുന്ന ആൾക്കാരുടെ കാര്യം പറയേ വേണ്ട. അങ്ങനെ ഞാൻ എക്സാം സെൻറ്റർ എത്തി, വാപ്പ എന്നെ കൊണ്ടാക്കി, വാപ്പ പോവാണ്. ഞാൻ വിചാരിച്ചു ഞാൻ വൈകിയെന്ന്, പക്ഷേ അല്ല, ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത്രയും ക്യൂ ഉണ്ടായിരുന്നു, ഭയങ്കര ലംബ ക്യൂ. കുറേ നേരം നിൽക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇല്ല, പെട്ടെന്ന് തന്നെ ലൈന് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളെ ഒരു ചെക്ക് ചെയ്യുന്നു, ഒരു ഉള്ളിലേക്ക് പോകുന്നു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്കിൽ തന്നെ ഇഷ്ടം പോലെ വരിയുണ്ടായിരുന്നു. ഇവരെല്ലാവരും സൈക്കോളജി എക്സാം എഴുതാനാണെന്ന് വിചാരിച്ചു. ഇല്ല, ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ വേറെ സബ്ജക്റ്റാണ്. ഹോം സയൻസ്, എഡ്യൂക്കേഷൻ, മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ബയോമെട്രിക് പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു. ഇതാണ് കോളേജ്, നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. പിന്നെ അവിടെ ചെക്കിംഗ് റൂം, അങ്ങനെ ഓരോരോ സെഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചെക്കൊക്കെ ചെയ്ത് ഞാൻ വിശന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് പോയി. ബയോമെട്രിക് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതും പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. ഇതൊക്കെയാണ് വേണ്ടത്: ആധാർ കാർഡ്, ഫോട്ടോ, പിന്നെ അഡ്മിറ്റ് കാർഡ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഉമ്മ എനിക്ക് ഓൾറെഡി ഫുഡാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സൈഡിൽ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇന്നലെ പെരുന്നാളായിരുന്നു, വലിയ പെരുന്നാൾ. സോ അതിൻ്റെ ഫുഡ് ബിരിയാണി മെയിനാണല്ലോ. അപ്പോൾ ബിരിയാണി തന്നെയാണ് ഞാൻ ലഞ്ചുള്ളത്. എനിക്കവിടെ ആരും പ്രത്യേകിച്ച് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാനങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി. ഇനിയിപ്പോൾ എക്സാം ഹാളിൽ കയറിയാൽ എന്തായാലും 3 മണി to 6 മണിയാണ്. അപ്പോൾ നമുക്ക് ഇടയിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് എക്സാം ഹാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. ഇതാണ് പാലക്കാട് അല്ലെങ്കിൽ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത്. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് ലഭിക്കും. സ്ക്രൈബിന് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. PWD, you just bring back the OMR sheet. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് ആണെന്ന് അവർ പറഞ്ഞു. ബയോമെട്രിക് ടെസ്റ്റിന് ശേഷം നേരെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഉള്ളിൽ പോട്ടെ. നമ്മുടെ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് പിന്നെ ആധാർ കാർഡും അഡ്മിറ്റ് കാർഡും പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും എടുത്തിട്ടായിരിക്കും നമ്മൾ എക്സാം ഹാളിൽ കയറാം. കുറച്ച് ഫോർമാലിറ്റീസും കൂടി ഉണ്ട് തോന്നുന്നു, രജിസ്ട്രേഷൻ. അതൊക്കെ എക്സാമിന് എനിക്ക് തീരെ ടെൻഷനില്ല, ഓവർ പഠിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു. എനിക്ക് നോക്കാം എന്താവുന്നു. ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലഗേജൊക്കെ വെക്കാൻ നമുക്കൊരു റൂം തന്നിട്ടുണ്ടായിരുന്നു അവർ. എക്സാം കഴിഞ്ഞു. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നു. എല്ലാവർക്കും പോവാണ്. എക്സാം കഴിഞ്ഞ് പോകുന്ന കോളേജ് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ ശരി, ഇനി ഓവർ ലേറ്റ് ആവേണ്ട വീടെത്താൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പിയും എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എക്സാം കഴിഞ്ഞു. ഞാൻ എൻ്റെ 15 മിനിറ്റ് മുമ്പ് എൻ്റെ എക്സാം കഴിഞ്ഞു. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. ഒരു ഓക്കെ എക്സാം ആയിരുന്നു. എപ്പോഴും പറയണ ഒരു ക്ലീഷേ ഡയലോഗ് തന്നെയാണ്. കുറച്ചും കൂടി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി സ്കോർ ചെയ്യായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ എല്ലാവരും പോകാൻ തുടങ്ങി. വാപ്പിമ്മേനെ വിളിക്കാൻ വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പേടിച്ചത്ര ടഫൊന്നും ആയിരുന്നില്ല. ശരിക്കും കുറച്ച് പഠിക്കായിരുന്നു. പക്ഷേ ഈ ഒരു യൂട്യൂബും എല്ലാം കൂടി ആയിട്ടാണ് കുറച്ച് പഠിത്തത്തിൽ നിന്ന് മാറിപ്പോയത്. ഏകദേശം എല്ലാവരും പോയിണ്ടായിരുന്നു. ഞാൻ മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. സംഭവം ഭയങ്കര ഒരു പ്രകൃതിദത്തമായൊരു കോളേജ്. ഞാൻ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. സോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞു. ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള കോളേജാണ്. എപ്പോഴും നെറ്റ് എക്സാം ഉള്ളിലേക്കുള്ള കോളേജസിലേ വയ്ക്കുള്ളൂ, എപ്പോഴും. പിന്നെ CUET ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് മുണ്ടൂർ ആര്യനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു. അതും ഇതുപോലെ ഉള്ളിലേക്കായിരുന്നു. ഒരു ഏകാന്തമായ വഴിയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നുപോയി. ബാക്കിൽ ഏതെങ്കിലും പ്രേതം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. സോ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ നെറ്റ് എക്സാമിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും മറക്കാതെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.